അതെ, ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. വാൽവേയുടെ വാട്ട് എ പ്ലെയർ. ഇന്നലെ എണ്ണം പറഞ്ഞ 3 ഗോളുകളാണ് റയൽ മാഡ്രിഡിന് വേണ്ടി സിറ്റിക്കെതിരെ വാൽവേയുടെ അടിച്ചത്. സാധാരണ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഗോളുകളൊക്കെ ഒരു ബാങ്കേഴ്സ് ആണ്, പക്ഷെ ഇന്നലെ അടിച്ച 3 ഗോളുകളും വളരെ ക്ലാസ് ഗോളുകളായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയെ സാന്റിയാഗോ ബെർണബ്യൂയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് തീർത്തിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. സത്യം പറഞ്ഞ കളി ഫസ്റ്റ് ഹാഫ് തന്നെ അവിടെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. 3 ഗോളുകളാണ് ഫസ്റ്റ് ഹാഫിൽ വാൽവേയുടെ അടിച്ചു കൂട്ടിയത്. കഴിഞ്ഞ ദിവസം നടന്ന ബാഴ്സ വേഴ്സസ് ന്യൂ കാസിൽ പോരാട്ടം, ആ ഒരു മാച്ചിൽ ന്യൂ കാസിൽ പുറത്തെടുത്ത ഒരു പ്രകടനം എന്ന് പറയുന്നത് അഭിനന്ദനം അറിയിക്കുന്നത് തന്നെയാണ്. ബാഴ്സ ഒരു അവസാന നിമിഷം കിട്ടിയ ആ ഒരു പെനാൽറ്റി, ആ ഒരു പ്രഷർ മൊമെന്റിൽ യമാൽ കൺവേർട്ട് ചെയ്ത് ഗോൾ ആക്കിയത് കൊണ്ട് മാത്രം ആ ഒരു കളി 1-1 എന്ന സ്കോറിൽ ഡ്രോ ആക്കാൻ സാധിച്ചു. പക്ഷെ ഒരുപാട് പേര് പറയുന്നു ബാഴ്സ ഇനി അങ്ങോട്ട് UCL ഒന്നും നേടാൻ പോകുന്നില്ല ഈ ഒരു കളി വെച്ചിട്ട്. പക്ഷെ അടുത്തൊരു മാച്ച് വരാൻ പോകുന്നത് ക്യാമ്പ് നൗവിലെ ഹോം ഗെയിമാണ്. അതിൽ കളി മാറുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓൾസോ ഇന്നലെ നടന്ന ഒരു ബിഗ് ഗെയിം ആയിരുന്നു ചെൽസി വേഴ്സസ് PSG പോരാട്ടം. 74-ാം മിനിറ്റ് വരെ സ്കോർ 2-2 ആയിരുന്നു. പക്ഷെ കളി കഴിഞ്ഞ ആ ഒരു ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ കളി 5-2 PSG വിജയിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും കാത്തിരിക്കാം. ഈ ഒരു ഫസ്റ്റ് ലെഗ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീം ആരാണ് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.